ഇലക്ട്രോൺ ഡിഫ്യൂഷൻ നടക്കുന്നത് എൻ ജംഗ്ഷൻ ടു പി ജംഗ്ഷൻ ആകുന്നു. ഹോൾ ഡിഫ്യൂഷൻ നടക്കുന്നത് പി ജംഗ്ഷൻ ടു എൻ ജംഗ്ഷൻ ആകുന്നു. എന്നാൽ ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് നടക്കുന്നത് പി ടു എൻ ആണ്. ഹോൾ ഡ്രിഫ്റ്റ് നടക്കുന്നത് എൻ ടു പി ആണ്. ഒരിക്കൽ കൂടി പറയാം. ഇലക്ട്രോൺ ഡിഫ്യൂഷൻ എൻ ടു പി, ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് പി ടു എൻ, ഹോൾ ഡിഫ്യൂഷൻ പി ടു എൻ, ഹോൾ ഡ്രിഫ്റ്റ് എൻ ടു പി. നെക്സ്റ്റ് നമുക്ക് ബാരിയർ പൊട്ടൻഷ്യൽ എന്താണെന്ന് നോക്കാം. ബാരിയർ പൊട്ടൻഷ്യലിനെ ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ, കോൺടാക്ട് പൊട്ടൻഷ്യൽ, ബിൽറ്റ് ഇൻ വോൾട്ടേജ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടേം ബാരിയർ പൊട്ടൻഷ്യൽ എന്നുള്ളതാകുന്നു. നമുക്കറിയാം ഇലക്ട്രോൺസിൻ്റെയും ഹോൾസിൻ്റെയും ഡിഫ്യൂഷൻ കാരണമായിട്ടാണ് ഡിപ്ലീഷൻ ലെയർ ഉണ്ടാകുന്നത്. ഈ ഡിപ്ലീഷൻ ലെയറിലുള്ള പൊട്ടൻഷ്യലിനെയാണ് ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. പി ജംഗ്ഷനിലുള്ള ബാരിയർ പൊട്ടൻഷ്യലിന്റെ ചാർജ് എന്നത് നെഗറ്റീവും എൻ ജംഗ്ഷനിലുള്ള ബാരിയർ പൊട്ടൻഷ്യലിന്റെ ചാർജ് പോസിറ്റീവുമാകുന്നു. ബാരിയർ പൊട്ടൻഷ്യൽ കൂടുന്നതനുസരിച്ച് ഡ്രിഫ്റ്റിംഗ് കൂടുന്നു. ഡ്രിഫ്റ്റിംഗ് കൂടുക മീൻസ് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ ഫ്ലോ കൂടുന്നു. അതായത് പി ടൈപ്പിലെ ഇലക്ട്രോൺസിന്റെയും എൻ ടൈപ്പിലെ ഹോൾസിന്റെയും, അതായത് പി ടൈപ്പിലെ ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസ് അവിടുത്തെ മൈനോറിറ്റി കാരിയേഴ്സ് ആണ്. എൻ ടൈപ്പിലെ ഹോൾസ് എന്ന് പറയുമ്പോൾ ഹോൾസ് അവിടുത്തെ മൈനോറിറ്റി കാരിയേഴ്സ് ആണ്. ഈ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ ഫ്ലോ മൂലം ഉണ്ടാകുന്ന കറണ്ടിനെയാണ് ഡ്രിഫ്റ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. ഡ്രിഫ്റ്റിംഗ് കറണ്ടിന് കാരണം ഡിപ്ലീഷൻ ലെയറിൽ ഉണ്ടാകുന്ന ബാരിയർ പൊട്ടൻഷ്യൽ ആകുന്നു. ഡിഫ്യൂഷൻ കാരണമായിട്ടുണ്ടാകുന്ന ഡിപ്ലീഷൻ റീജിയനിൽ ഉണ്ടാകുന്ന ബാരിയർ പൊട്ടൻഷ്യൽ. ഈ ബാരിയർ പൊട്ടൻഷ്യലിന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ചാൽ ഡോപ്പിംഗിന്റെ അളവ്, ജംഗ്ഷൻ ടെമ്പറേച്ചർ, യൂസ്ഡ് മെറ്റീരിയൽസ്, ഇതെല്ലാം ബാരിയർ പൊട്ടൻഷ്യലിന്റെ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആകുന്നു. ഡിപ്ലീഷൻ ലെയറിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാരണമായിട്ട് ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ടാകും. ഇക്വിലിബ്രിയം പൊസിഷനിൽ ഡ്രിഫ്റ്റ് കറണ്ടും ഡിഫ്യൂഷൻ കറണ്ടും കൂടി ക്യാൻസൽ ആയി പോകും. അങ്ങനെ പി എൻ ജംഗ്ഷനിലുള്ള നെറ്റ് കറണ്ട് 0 ആകും. അപ്പോൾ ഇങ്ങനത്തെ ഒരു പി എൻ ജംഗ്ഷനിൽ കറണ്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്ന ഒരു മെത്തേഡാകുന്നു ഫോർവേഡ് ബയാസിംഗ്. ഫോർവേഡ് ബയാസിംഗിൽ അതിനകത്ത് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പി ജംഗ്ഷനിലേക്ക് ബാറ്ററിയുടെ പോസിറ്റീവും എൻ ജംഗ്ഷനിലേക്ക് ബാറ്ററിയുടെ നെഗറ്റീവാണ് കൊടുക്കുന്നത്. സിലിക്കൺ സെമി കണ്ടക്ടറിന്റെ നീ വോൾട്ടേജ് എന്ന് പറയുന്നത് 0.7ഉം ജർമ്മേനിയം സെമി കണ്ടക്ടറിന്റെ നീ വോൾട്ടേജ് 0.3 വോൾട്ടും ആകുന്നു. അപ്പോൾ ഈ ഒരു നീ വോൾട്ടേജിനേക്കാളും കൂടിയ അളവിൽ ഉള്ളൊരു വോൾട്ടേജ് കൊടുക്കുമ്പോഴാണ് ഈ ഒരു പി എൻ ജംഗ്ഷനിൽ കറണ്ട് പ്രൊഡ്യൂസ്ഡ് ആകുന്നത്. അപ്പോൾ നമ്മൾ ഫോർവേഡ് ബയാസിംഗിൽ ഇങ്ങനെ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോഴും ഒരു സെർട്ടൺ വോൾട്ടേജ് കഴിയുമ്പോഴാണ് പി എൻ ജംഗ്ഷനിൽ കറണ്ട് ഉണ്ടാകുള്ളൂ. ആ സെർട്ടൺ വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു നീ വോൾട്ടേജ് ക്രോസ് ചെയ്യുമ്പോഴാണ് ഫോർവേഡ് ബയാസിംഗിൽ കറണ്ട് പ്രൊഡ്യൂസ് ആകുന്നത്. ആ നീ വോൾട്ടേജ് ഓരോ സെമി കണ്ടക്ടറിനനുസരിച്ച് മാറ്റമുണ്ട്. സിലിക്കണ്ടേത് 0.7ഉം ജർമ്മേനിയത്തിൻ്റേത് 0.3 ആകുന്നു. അപ്പോൾ നീ വോൾട്ടേജിനെ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ആകും.